വണ്ണിലെ ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നേരെ മൊഡ്യൂൾ 1ലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ക്രിപ്റ്റോഗ്രഫി? ക്രിപ്റ്റോഗ്രഫി ഈസ് ദി ആർട്ട് ഓഫ് മേക്കിംഗ് എ മെസ്സേജ് സീക്രട്ട്. അതായത് നമ്മുടെ കയ്യിലുള്ളൊരു മെസ്സേജ് കോൺഫിഡൻഷ്യൽ ആക്കാനുള്ളൊരു മെത്തേഡാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ സോൾജേഴ്സ്. അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ക്രിപ്റ്റോഗ്രഫി മെത്തേഡ്സ് ഉപയോഗിച്ചിരുന്നത്. സോ ദാറ്റ് ദി എനിമീസ് വോണ്ട് നോ വാട്ട് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ ഇത് അവിടെ നിന്നാണ് മിലിറ്ററി ആപ്ലിക്കേഷൻസിൽ നിന്നാണ് ഇത് വന്നത്. സോ ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിസ് ആൻഡ് ബോബ്, അതായത് സെൻഡർ ആൻഡ് റിസീവർ, ഇതിന്റെ ഇടയിൽ മെസ്സേജ് സെൻഡ് ചെയ്യണം. ആലിസിന് ബോബിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. സോ ആലിസ് വിൽ സെൻഡ് എ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. ആ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്, അതായത് ദ ഒറിജിനൽ മെസ്സേജ് ഇസ് നോൺ ആസ് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. ആ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ഒരു അൽഗോരിതത്തിലേക്കൂടെ ആണ് പാസ് ചെയ്യുക. ആ അൽഗോരിതത്തിന്റെ പേരാണ് എൻക്രിപ്ഷൻ അൽഗോരിതം. ഈ അൽഗോരിതം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ദി പ്ലെയിൻ ടെക്സ്റ്റ് വുഡ് ഹാവ് ട്രാൻസ്ഫോംഡ് ടു സൈഫർ ടെക്സ്റ്റ്. അത് ആ ഒരു കൺവേർഷൻ നടത്തുന്ന അൽഗോരിതമാണ് എൻക്രിപ്ഷൻ അൽഗോരിതം. ഈ സൈഫർ ടെക്സ്റ്റ് ഇസ് എ മെസ്സേജ് വിച്ച് ഇസ് നോട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. അതൊരു അൺഇന്റലിജിബിൾ ഫോമിലുള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ ശത്രുപക്ഷത്തുള്ളവർക്ക് അത്, അല്ലെങ്കിൽ അറ്റാക്കറിന് അത് ഈവ് എന്ന് പറയാൻ അറ്റാക്കറിന് അത് മനസ്സിലാവാൻ സാധിക്കില്ല. അപ്പോൾ ഈ സൈഫർ ടെക്സ്റ്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുക ഓവർ ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഈ റിസീവർ സൈഡ്, അതായത് ബോബിന്റെ സൈഡിൽ when he receives the cipher text message, he will pass it to a decryption algorithm. അതായത് എൻക്രിപ്ഷന്റെ റിവേഴ്സ് ആണ് ഡീക്രിപ്ഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ഡീക്രിപ്ഷൻ അൽഗോരിതത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ സൈഫർ ടെക്സ്റ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ഫോം ബാക്ക് ടു ദി ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ക്രിപ്റ്റോഗ്രാഫിക് മോഡലിൽ നടക്കുന്ന കാര്യം. ഈ ക്രിപ്റ്റോഗ്രാഫിക് മോഡൽ എൻക്രിപ്ഷൻ അൽഗോരിതം ആൻഡ് ഡീക്രിപ്ഷൻ അൽഗോരിതം ദേ ആർ കോൾഡ് സൈഫേഴ്സ്. അതിനാണ് സൈഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഫേഴ്സ് അല്ലെങ്കിൽ ഈ അൽഗോരിതംസ് ഓഫ് ടു ടൈപ്സ്, സിമെട്രിക് ആൻഡ് അസിമെട്രിക്. ഈ സിമെട്രിക് സൈഫർ മോഡലിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെൻഡ് ചെയ്യുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് സൈഫർ ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഷെയർഡ് കീ ആണ്. ഈ കീ തന്നെയായിരിക്കും റിസീവർ, അതായത് ബോബിന്റെ സൈഡിൽ ഡീക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ഇൻ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ദ കീ റിമെയിൻസ് ദ സെയിം. അപ്പൊ ഈ കീ പരസ്പരം അവർക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. സോ ദ ഷെയർഡ് കീ, അതായത് ഒറ്റൊരു കീ മാത്രം ഉപയോഗിച്ച് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ചെയ്യുന്നതിനെയാണ് സിമെട്രിക് സൈഫർ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമെട്രിക് കീ സൈഫേഴ്സിൽ നമുക്ക് പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ് ആണ്. അതാണ് മൊഡ്യൂൾ 1ലെ ഫസ്റ്റ് പോർഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഡിജിറ്റ് വേറൊരു ലെറ്റർ അല്ലെങ്കിൽ ഡിജിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെൻഡ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് ഓരോ മെത്തേഡ്സ് ആയിട്ട് കാണാം. സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിലെ രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആണുള്ളത്. മോണോ ആൽഫബറ്റിക് സൈഫേഴ്സ്, പിന്നെ പോളി ആൽഫബറ്റിക് സൈഫേഴ്സ്. മോണോ ആൽഫബറ്റിക് സൈഫേഴ്സിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇറ്റ് റിമെയിൻസ് ദ സെയിം. അതായത് ഇപ്പോൾ എ എന്നുള്ളത് ഡി ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എ ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡി. ആ മെസ്സേജിൽ എവിടെയൊക്കെ എ ഉണ്ടോ അതൊക്കെ ഡി ആയിരിക്കും. അതാണ് ആൽഫബറ്റിക് സൈഫർ എന്ന് പറയുന്നത്. ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് സീസർ സൈഫർ. സീസർ സൈഫറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കീ പറയും, സപ്പോസ് ദ വാല്യൂ 3. ഇപ്പൊ എനിക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് ആപ്പിൾ എന്നാണെങ്കിൽ എ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അക്ഷരം BCD. അപ്പോൾ എ ഗെറ്റ്സ് റീപ്ലേസ്ഡ് വിത്ത് ഡി. പി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അക്ഷരം QRS, അപ്പോൾ എസ്, പിന്നെ വീണ്ടും എസ്. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയൊക്കെ പി ഉണ്ടോ അവിടെയൊക്കെ സെയിം ആൽഫബറ്റ് വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ DSS. L ആണെങ്കിൽ MNO O. E ആണെങ്കിൽ FGH ആണ് വരുന്നത്. അപ്പോൾ എത്രയാണോ കീ അത്രയും ലെറ്റേഴ്സ് നമ്മൾ ഫോർവേഡ് മൂവ് ചെയ്തിട്ടാണ് റീപ്ലേസ് ചെയ്യുക. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ 26 ലെറ്റേഴ്സ് ആണ്, 26 ആൽഫബറ്റ്സ് ആണുള്ളത്. വരെയാണെങ്കിൽ നമ്മൾ മോഡ് 26 ഉപയോഗിക്കും. അതായത് ഇത് സർക്കുലർ ആണ്. Z കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അക്ഷരം A ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത് സീസർ സൈഫർ. അപ്പോൾ ഇവിടെ എനിക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ K = 3, കീ 3 വെച്ചിട്ടാണ് സീസർ സൈഫർ ടെക്സ്റ്റ് ആക്കി സെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതേ 3
ലെറ്റേഴ്സ് ബാക്ക്വേർഡ് പോയാൽ മതി റിസീവറിന്റെ സൈഡിൽ. അപ്പോൾ ഇതാണ് സീസർ സൈഫർ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി ടു ബ്രേക്ക് ആണ്. കാരണം അറ്റാക്കറിന് ഇപ്പോൾ സീസർ സൈഫർ ആണെന്നുണ്ടെങ്കിൽ അറ്റാക്കറിന് ആദ്യം K1 വെച്ച് ചെയ്ത് നോക്കാം, K2 വെച്ച് ചെയ്ത് നോക്കാം, K3 വെച്ച് ചെയ്ത് നോക്കാം. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിൽ അറ്റാക്കറിന് 26 മാക്സിമം 26 ടൈംസേ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോഴേക്കും നമുക്ക് മെസ്സേജ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതാണ് സീസർ സൈഫറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് ഈസിലി ബ്രേക്കബിൾ ആണ്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറ്റാക്കറിന് കിട്ടും. സീസർ സൈഫർ ഇസ് ഓൾസോ നോൺ ആസ് അഡിറ്റർ സൈഫർ. അതായത് നമ്മൾ അഡീഷൻ ചെയ്തിട്ടാണല്ലോ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫോർമുല ഇറ്റ്സ് വെരി ഈസി. സി അതായത് സൈഫർ ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു പ്ലെയിൻ ടെക്സ്റ്റ് പ്ലസ് കെ ദ ഹോൾ മോഡ് 26. അതായത് 26th ലെറ്റർ ആൻഡ് 27th ലെറ്റർ എന്ന് പറയുന്നത് തിരിച്ച് എ തന്നെയാണ്. അപ്പോൾ മോഡ് 26 ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതേപോലെ ഡീക്രിപ്ഷൻ ചെയ്യും. ഡീക്രിപ്ഷനിൽ എന്താ ചെയ്യുന്നത്? പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു സി മൈനസ് കെ സൈഫർ ടെക്സ്റ്റ് മൈനസ് കീ മോഡ് 26. ഇതാണ് സീസർ സൈഫർ. ഇനി വേറൊരു മോണോ ആൽഫബറ്റിക് സൈഫർ ആണ് മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കീക്ക് പകരം ഒരു മാപ്പിംഗ് ഓൾറെഡി ഉണ്ടാക്കി വെക്കുകയാണ്. അതായത് എ വന്നു കഴിഞ്ഞാൽ ഞാൻ എ ഉള്ളിടത്തൊക്കെ ഐ ഉപയോഗിക്കും, ബി വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഡി ഉപയോഗിക്കും. അങ്ങനെ ഒരു മാപ്പിംഗ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് ആ മാപ്പിംഗ് സെൻഡറിനും റിസീവറിനും അറിയുന്നുണ്ടാവണം. എന്നിട്ട് ആ മാപ്പിംഗ് വെച്ചിട്ടാണ് നമ്മൾ, അതായത് ഒരു പെർട്ടിക്കുലർ കീ നമ്പർ അല്ല, കീ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ മാപ്പിംഗ് ആണ്. ആ ഓരോ അക്ഷരത്തിൻ്റെയും കറസ്പോണ്ടിങ് സൈഫർ വാല്യൂ എന്തായിരിക്കും എന്നുള്ള ആ മാപ്പാണ് നമ്മൾ ഈ ക്രിപ്റ്റോഗ്രഫിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ. ഇനി അടുത്ത ക്ലാസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സ് ആർ പോളി ആൽഫബറ്റിക് സൈഫേഴ്സ്. അതായത് എല്ലായ്പ്പോഴും ഒരു അക്ഷരം റീപ്ലേസ് ചെയ്യുമ്പോൾ അതേ അക്ഷരം തന്നെ എ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഡി വരണം അല്ലെങ്കിൽ കെ വരണം എന്ന് ഒരു നിർബന്ധമില്ല. എ ആദ്യം ഡി ആണെങ്കിൽ പിന്നെ വേറൊരു ഒക്കറൻസിൽ കെ ആയേക്കാം. അങ്ങനത്തെ കേസിന് പോളി ആൽഫബറ്റിക് സൈഫേഴ്സ് എന്ന് പറയുന്നത്. പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫേഴ്സിലെ കുറേ ടെക്നിക്സ് ഉണ്ട്. അതിലൊരു ടെക്നിക്കാണ് പ്ലേ ഫെയർ സൈഫർ. അത് നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വിജിനർ സൈഫർ ആണ്. വിജിനർ സൈഫർ ഇതിലെന്ത് സീസർ സൈഫറിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്. ഇറ്റ് മീൻസ് നമ്മൾ യൂസിങ് സീസർ സൈഫർ ഫോർ ഈച്ച് ലെറ്റർ, അതാണ് വിജിനർ സൈഫർ. അതായത് കീ എന്ന് പറയുന്നത് ഒരു സിംഗിൾ നമ്പർ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി സം ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ the key can be Pascal, PASCA, അതായത് പിയുടെ വാല്യൂ, എയുടെ വാല്യൂ, എസിന്റെ വാല്യൂ, സിയുടെ വാല്യൂ, എയുടെ വാല്യൂ, എല്ലിന്റെ വാല്യൂ, അങ്ങനെ 6 വാല്യൂസ് ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കാം നമ്മുടെ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അക്ഷരം പ്ലസ് പിന്റെ വാല്യൂ എത്രയാണോ അത്രാമത്തെ അക്ഷരം, സെക്കൻഡ് ലെറ്റർ പ്ലസ് എന്റെ വാല്യൂ എത്രയാണ്, എന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്റെ വാല്യൂ അതായത് +1 ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അക്ഷരം, എസിന്റെ വാല്യൂ എത്രയാണോ മൂന്നാമത്തെ അക്ഷരം പ്ലസ് എസിന്റെ വാല്യൂ, അതാണ് സൈഫർ ടെക്സ്റ്റിലെ മൂന്നാമത്തെ അക്ഷരം. അങ്ങനെ നമ്മൾ ഓരോ അക്ഷരവും ഈച്ച് ലെറ്റർ നമ്മൾ സീസർ സൈഫർ ഉപയോഗിക്കും. സീസർ സൈഫറിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കീ എന്ന് പറയുന്നത് ഓരോന്നിന്റെയും കീ ഓരോന്നായിരിക്കും. കാരണം ആ നമ്മുടെ കോമ്പിനേഷൻ ഫുൾ കീ എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരാം. അപ്പോൾ പാസ്കൽ ഇപ്പോൾ 6 അക്ഷരമേ ഉള്ളൂ, 6 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് വലുതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 13 ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പാസ്കൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പാസ്കൽ പാസ്കൽ പാസ്കൽ, അതാണ് ആ അക്ഷരങ്ങൾ ഫില്ല് ചെയ്യുന്നത് വരെ പാസ്കലിൽ എഴുതുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ടേബിൾ ഉണ്ട്, വിജിനർ ടേബിൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ABCD Z വരെ റോസ് ആയിട്ടും A to Z കോളംസ് ആയിട്ടും എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് അത് എന്റെ കൂടെ A ആഡ് ചെയ്താൽ A തന്നെ, എന്റെ കൂടെ B ആഡ് ചെയ്താൽ B തന്നെ, അങ്ങനെ ഉള്ള എൻട്രീസും ആ വിജിനർ ടേബിൾ ഉണ്ടാവും. അപ്പോൾ ആ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് എൻക്രിപ്റ്റും ഡീക്രിപ്റ്റും ചെയ്യാം. അതാണ് വിജിനർ ടേബിൾ. അടുത്തത് ഹിൽ സിഫർ ആണ്. ഹിൽ സിഫർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ഈക്വൽ സൈസ് ബ്ലോക്സ് ആക്കും. ബ്ലോക്സ് ഇൻ ദ സെൻസ് മെട്രിക്സ് പോലെ. അതിൽ ഓരോ അക്ഷരങ്ങളും നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യും. കീ എന്ന് പറയുന്നത് M × M
ഒരു മെട്രിക്സ് ആയിരിക്കും വിച്ച് വിൽ ഹാവ് ദി വാല്യൂസ് അഗെയിൻ ഫ്രം 0 to 26 ഉള്ള വാല്യൂസ് ആയിരിക്കും കീയിലുണ്ടാവുക. ഇവർ രണ്ടാളെ മൾട്ടിപ്ലൈ ചെയ്യും, പ്ലെയിൻ ടെക്സ്റ്റ് ഇൻറ്റു കീ. അതാണ് നമ്മുടെ സൈഫർ ടെക്സ്റ്റ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് എക്സീഡ്സ് ദ വാല്യൂ 26 നമ്മൾ മോഡ് 26 ഇട്ട് ഇൻ ബിറ്റ്വീൻ 0 to 26 ആക്കും. അപ്പോൾ അതാണ് Hill cipher. C is equal to P into K, where C, P, K are all matrices of values. Values എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളുടെ ലെറ്റേഴ്സിൻ്റെ ന്യൂമറിക്കൽ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സൈഫർ ടെക്സ്റ്റ് ഇൻറ്റു കെ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കീ എന്ന് പറയുന്ന മെട്രിക്സ് ഷുഡ് ബി ഹാവിങ് എൻ ഇൻവേഴ്സ്. അങ്ങനത്തെ ഒരു മെട്രിക്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മെട്രിക്സ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സൈഫർ ടെക്സ്റ്റ് ഇൻറ്റു കെ ഇൻവേഴ്സ് ആണ് നമുക്ക് തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ്. അതിൻ്റെ വാല്യൂസ് കിട്ടും. അതും ഈ പറഞ്ഞ പോലെ മോഡ് 28 ചെയ്യണം, പ്ലെയിൻ ടെക്സ്റ്റ് വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് ആണ് നമ്മൾ ലെറ്റേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കിലെ ലാസ്റ്റ് പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വൺ ടൈം പാഡാണ്. വൺ ടൈം പാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ കൂടെ ഒരു കീ ആഡ് ചെയ്തിട്ട്, കീ എന്ന് പറയുന്നത് ഒറ്റ ഡിജിറ്റ് ആയിരിക്കില്ല. ഇപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിൽ 5 അക്ഷരം ഉണ്ടെങ്കിൽ കീയിലും 5 അക്ഷരം ഉണ്ടാവും. ആ 5 അക്ഷരത്തിൻ്റെ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂ ഈ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ മോഡ് 26 ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത് തന്നെ റിവേഴ്സ് ചെയ്യുമ്പോൾ സൈഫർ ടെക്സ്റ്റിൻ്റെ കൂടെ ഈ കീ ആഡ് ചെയ്യുക, എന്നിട്ട് മോഡ് 26 ചെയ്യുക. അപ്പോൾ ഇഫ് ദ റിസൾട്ട് വാല്യൂ ഇസ് ബിറ്റ്വീൻ 126 ഇറ്റ്സ് ഓക്കെ. പക്ഷേ 126 കൂടുതലോ അല്ലെങ്കിൽ 0 കുറവ് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മോഡ് 26 ചെയ്യണം. ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാൻ നോക്കണം. അപ്പോൾ അതാണ് വൺ ടൈം പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.